ഇല്ല എറിയാൻ പറ. ഹലോ മൈ ഗൈസ്, വീണ്ടും ഞാൻ തന്നെ. അപ്പം നമുക്ക് ഇന്ന് ഒരു കാര്യം നോക്കാം. എറിയാൻ പറഞ്ഞപ്പം കുഴപ്പമില്ല, നമുക്ക് ഈ കത്തി കൊണ്ട് മുറിക്കാം. ബൈ ദ വേ ഇതിൻ്റെ 3 കത്തിയുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. കുറച്ച് നാൾ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ബൈ ദ വേ നമുക്ക് ബാക്ക് ടു ദ പെട്ടി പൊട്ടിക്കൽ. സ്മിട്ടൻ്റെ പെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ പൊട്ടിച്ചപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടിൽ സെറ്റാഫിലിൻ്റെ ഒരു മാനുവൽ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ അവരുടെ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ഉണ്ടായിരുന്നു. അത് നമ്മളങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നീട് പെട്ടിക്കകത്ത് വേറൊരു പൊതി. ആ പൊതി തുറന്ന് നോക്കിയപ്പം ബ്രില്ലേറിൻ്റെ ഒരു സൺസ്ക്രീനായിരുന്നു. പിന്നെ ബ്രില്ലേറിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ ബ്രില്ലേറിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ്, പിന്നെ അവരുടെ തന്നെ ഒരു ഫേസ് സിറവും ഉണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ നല്ല പാക്കേജിങ് ബോട്ടിലിംഗ് മോഡലും ഒക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. കണ്ടില്ലേ. പിന്നെ ദ ലൗക്കോൻ്റെ ഒരു ഫേസ് സ്ക്രബ്ബ്, അത് ഞാൻ തുറക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല. പിന്നീട് ബയോഡേമേൻ്റെ ഒരു ഫേസ് ഫോം ക്രീമായിരുന്നു. അത് ഒരു മാനുവൽ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. പിന്നെ അതാണ്ട് ഇതായിരുന്നു ആ ഫോം ക്രീം. പിന്നെ ഉണ്ടായിരുന്നത് സെറ്റാഫിലിൻ്റെ തന്നെ ഒരു ജെൻറ്റിൽ ക്ലെൻസറും പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും ആയിരുന്നു. മൊത്തത്തിൽ ഒരു 7-8 പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും അത് ഒരു ലാഭമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ശരി.